السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, 6 ഈമാൻ കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ അടിത്തറയായ അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട അടിത്തറകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന ഈ അടിത്തറ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം. 2, അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ്, അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ് എന്ന വിശ്വാസം. 3, അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹ്, അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ് എന്ന വിശ്വാസം. 4, അൽ ഈമാനു ബി അസ്മാഇല്ലാഹി വസിഫാത്തിഹ്, അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലുമുള്ള, അവൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം. ഇതിൽ ആദ്യത്തെ 2 അടിത്തറകളെ കുറിച്ചാണ് കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിച്ചത്. ഇനി വിശദീകരിക്കാനുള്ളത് 3ാമത്തെ കാര്യമാണ്, അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹ്, അള്ളാഹു മാത്രമാണ് ഏകനായ ഇലാഹ് എന്ന വിശ്വാസം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അരികിൽ തൗഹീദ് എന്ന് മാത്രമായി പറഞ്ഞാൽ, നിരുപാധികം തൗഹീദ് എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയത്താണ്, അല്ലെങ്കിൽ അൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹ് എന്നതാണ്. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസം. ഇതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൗഹീദ് എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. എന്നാൽ ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ അരികിൽ തൗഹീദ് എന്ന് മാത്രമായി പലപ്പോഴും പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പല അർത്ഥങ്ങളുമാണ്. ഉദാഹരണത്തിന് മുഅ്തസില അവരുടെ അരികിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കലാണ്. അതുപോലെ ഓരോ കക്ഷികളുടെ അരികിലും തൗഹീദിന് അവരുടേതായ അർത്ഥങ്ങളുണ്ട്. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅ തൗഹീദ് എന്നതുകൊണ്ട് പ്രഥമമായി ഒന്നാമത് ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു മാത്രമാണ് നമ്മുടെ ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അർത്ഥമാക്കുന്ന ഇബാദത്തിലുള്ള തൗഹീദാണ്. എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദർസിൽ നമ്മൾ തൗഹീദ് റുബൂബിയ്യ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, തൗഹീദ് റുബൂബി, അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അർത്ഥം എന്താണ്? ഇഫ്രാദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദ് റുബൂബിയ്യ. നമുക്ക് കഴിഞ്ഞ പറഞ്ഞു, അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു, അതിൽ അവൻ ഏകനാണ്. അള്ളാഹു ഉപജീവനം നൽകുന്നു, അതിൽ അവൻ ഏകനാണ്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്രാദുല്ലാഹി ബി അഫ്ആലിൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ് തൗഹീദുൽ ഉലൂഹിയ. റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ് എന്ന്. അള്ളാഹു മാത്രമാണ് പഠിച്ചത്, അള്ളാഹു മാത്രമാണ് ഉപജീവനം നൽകുന്നത്, ഇങ്ങനെ. ഉലൂഹിയ എന്ന് പറഞ്ഞാൽ ഇഫ്രാദുല്ലാഹി ബി അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഉദാഹരണത്തിന് ദുആ, പ്രാർത്ഥന, നീ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, തൗഹീദ്. നിസ്കാരം, നീ അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിക്കുന്നു, തൗഹീദ്. ഇത് ആരുടെ പ്രവൃത്തിയാണ്? അടിമയുടെ പ്രവൃത്തിയാണ്, മനുഷ്യന്റെ പ്രവൃത്തിയാണ്. തൗഹീദ് റുബൂബിയ്യ എന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കലാണെങ്കിൽ, തൗഹീദുൽ ഉലൂഹിയ എന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ, അതായത് അള്ളാഹുവിനെ ഏകനാക്കേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദുആ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ഇങ്ങനെ ഇബാദത്തുകളായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഏകനാക്കുക എന്നതാണ് തൗഹീദു അൽ ഉലൂഹിയ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൗഹീദുൽ ഉലൂഹിയ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ഇഅ്തിഖാദ്, 2 അമൽ. ഒന്ന് വിശ്വാസമാണ്. അതായത് സഹോദര, നീ നിന്റെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം, അള്ളാഹു മാത്രമാണ് സർവ്വ ഇബാദത്തുകൾക്കും അർഹതയുള്ളവൻ.
ഇബാദത്തായി എന്തൊരു കാര്യമുണ്ടോ അതിന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അർഹതയില്ല. അവൻ മാത്രമാണ് അതിന് അർഹതയുള്ളവൻ, അവകാശമുള്ളവൻ. ഇബാദത്തായി പ്രപഞ്ചത്തിൽ എവിടെയാകട്ടെ, ഏതൊരു വ്യക്തിയാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ആരാകട്ടെ, എന്തൊരു ഇബാദത്ത് ചെയ്താലും അതിന് അർഹതയുള്ളവൻ ആകാശഭൂമികളുടെ സത്താവായ റബ്ബ് മാത്രമാണ്. അത് നീ വിശ്വസിച്ചിരിക്കണം. അത് അള്ളാഹുന് മാത്രം അർഹതയുള്ളതാണ്. ആ ഇബാദത്തുകളിൽ നിങ്ങൾ വിചാരിക്കുക, സമുദ്ര സമാനമായ ഇബാദത്തുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരു ചെറിയ തുള്ളി, അതിനോട് ഉപമിക്കാവുന്ന ഒരു ഇബാദത്തെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതനായ ഒരാൾക്ക് പോലും അർഹതയില്ലാത്തതാണ്. ഒരു നബിക്ക് പോലും അതിന് അർഹതയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അർഹതയില്ല. മലക്കുകൾക്ക് പോലും അതിൽ അർഹതയില്ല. ജിബ്രീലിന് പോലും അതിൽ അർഹതയില്ല. അപ്പൊ പിന്നെ അതിൽ താഴെയുള്ള ആളുകളുടെ കാര്യം ആലോചിച്ചാൽ മതി. ഇബാദത്തുകളായ എന്തൊരു കാര്യമുണ്ടോ അത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അതിൽ ഒരു ചെറിയ കണിക പോലും അള്ളാഹു അല്ലാത്തവർക്ക് അർഹതയില്ല എന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഉലമാക്കൾ ചിലർ പറഞ്ഞു, അന്നല്ലാഹ ലാ യർദാ അൻ യുശ്റക ബിഹി ശൈഉൻ വലാ അഹദുൻ ലാ മലകുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ. സൂറ 30 വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുകയേയില്ല, തൃപ്തിപ്പെടുകയേയില്ല. ഒരു മനുഷ്യൻ 1000 വർഷം നന്മകൾ ചെയ്തു, 1000 വർഷം അല്ലാഹുവിന്റെ സുജൂദിലായി കിടന്നു, എന്നിട്ട് ഒരു നിമിഷം അവന്റെ ഇബാദത്തുകളിൽ ഒരു ഇബാദത്ത് മാത്രം അള്ളാഹുവിന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അടിമക്ക് നൽകി. അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യം അതാണ്. തൗഹീദിന്റെ പ്രാധാന്യം. മനുഷ്യ 1000 കൊല്ലം ഇബാദത്ത് ചെയ്തു, പക്ഷേ ഇബാദത്തുകളിൽ ഒരൊറ്റ കാര്യം, ഒരു നിമിഷ നേരത്തേക്ക് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകുക എന്നത് അവന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചതുപോലെ, അയ്യു ദംബി അഅ്ദം, ഏറ്റവും വലിയ തിന്മ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നീ അള്ളാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിക്കലാണ്, അവനാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്നിരിക്കും. അതിനേക്കാൾ വലിയൊരു പാപമില്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കുചേർക്കുക എന്നതിനേക്കാൾ ഗുരുതരമായ ഒരു പാപം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഷിർക്ക് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിന്റെ നേർവിപരീതമായ കാര്യത്തിൽ ഒരാൾ അകപ്പെടുക എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദുനിയാവിലെ ഏറ്റവും വലിയ ഫസാദ് അതാണ്, ഏറ്റവും വലിയ കുഴപ്പം അതാണ്. അത് കൊലപാതകത്തെക്കാൾ ഗുരുതരമാണ്, വ്യഭിചാരത്തെക്കാൾ ഗുരുതരമാണ്, മോഷണത്തെക്കാൾ ഗുരുതരമാണ്, എല്ലാ തിന്മകളെക്കാളും ഗുരുതരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഭാഗം ഇഅ്തിഖാദൻ, നീ വിശ്വസിക്കലാണ്. എന്തു വിശ്വസിക്കണം? ഇബാദത്തുകൾ സർവ്വതും ഒരു ഇനം പോലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് പോലും ലാ മലക്കുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ഒരു മലക്കിന് പോലും അതിലൊരു ചെറിയ പങ്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അത് അള്ളാഹുവിന് കോപമുള്ള കാര്യമാണ്. ആലോചിക്കുക, അവന് ഒരാൾ നാളെ പരലോകത്തെത്തിയിട്ട് പറയാണ്, അള്ളാഹുവെ, ഞാൻ ഇബാദത്ത് നിനക്ക് വെറുപ്പുള്ള ശൈത്താനോ ഒന്നുമല്ലല്ലോ കൊടുത്തത്, ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജിബ്രീലിനാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അവന്റെ തിന്മയിൽ വല്ല കുറവും ഉണ്ടാകുമോ? ഇല്ല. ഇബാദത്ത് ലാ യർദാ അൻ യുശ്റക ബിഹി അഹദ്, അവനിൽ ഒരാളും പങ്കു ചേർക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. ഇത് മലക്കാണെങ്കിലും നബിയാണെങ്കിലും. പിന്നെ അതിൽ താഴെയുള്ള ആൾക്കാർ, ഏത് ഔലിയാക്കന്മാരാകട്ടെ, എത്ര വലിയ ആളുകളാകട്ടെ, അവരിൽ ഒരാൾക്കും പിന്നെ ഇത് കാര്യം ആലോചിക്കേണ്ടതേ ഇല്ല. ഒരു മലക്കിന്റെയും നബിയുടെയും കാര്യം ഇതാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, മാഷാ അല്ലാഹു വശിഅത്, അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുകയും നബിയെ അങ്ങ് ഉദ്ദേശിക്കുകയും ചെയ്താൽ. എന്താ ചെയ്തത്? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാക്കിൽ അവർ ഒരുമിച്ച് പറഞ്ഞു. ആ സഹാബി പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിക്കുകയും നബിയെ അങ്ങ് ഉദ്ദേശിക്കുകയും ചെയ്താൽ. വാക്കിൽ അള്ളാഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് വെച്ചു. ആ സഹാബി വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും നബിക്കുണ്ടെന്ന്? ഇന്ന് ചില ആൾക്കാർ പറയുന്ന പോലെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ശിർക്കാവൂ, അങ്ങനെ സഹാബി വിചാരിക്കുന്നുണ്ടോ? സഹാബിക്ക് ഇവരല്ലേ ഉണ്ട്.
അങ്ങനെ ഒന്നും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. അള്ളാഹു നബി ഒരേ സ്ഥാനത്താണെന്ന് വിചാരിച്ചോ? ഇല്ല. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഖൈറത്തുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ പറയുന്നത്. മാഷാ അല്ലാഹു വശഅത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ, നബി അങ്ങും ഉദ്ദേശിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കാൻ, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും അദ്ലൻ, തുല്യനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദഹ്, നീ അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയുക. തൗഹീദിന്റെ ഗൗരവമാണിത്. തൗഹീദിൽ ഒന്നാമത്തെ കാര്യം ഇഅ്തിഖാദ്, ഈ വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം അമലാണ്. എന്താ അമൽ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഒരാൾ പറയാണ് എനിക്ക് അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്നൊക്കെ അറിയാം, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നു. ചില ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിലോ, അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിലോ, നോമ്പ് നോൽക്കുന്നില്ലെങ്കിലോ, അള്ളാഹുവിന് ഇബാദത്തുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അയാൾ മുസ്ലിം ആയിട്ടില്ല. നീ ഇബാദത്ത് അള്ളാഹുവിന് നൽകണം. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് നൽകുന്നതിനെ നീ വെടിയുകയും വേണം. ഒരേ സമയം ഇബാദത്ത് ചെയ്യുകയും അതിൽ നിന്ന്, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, അതിന്റെ കാര്യങ്ങളിൽ നിന്ന് നീ അകന്നു നിൽക്കണം. നീ വെടിയണം. വെറുതെ ഞാൻ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നീ അകന്നു നിൽക്കണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വജ്തനിബു അത്താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ ഉപേക്ഷിക്കണം. പണ്ടൊരിക്കൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരിക്കൽ ഒരാളുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ അയാളുടെ വീട്ടിൽ ഒരാൾ പറഞ്ഞ അനുഭവമാണ്. അയാളുടെ വീട്ടിൽ ടിവിയുടെ മുകളിലുണ്ട് ഒരു വിഗ്രഹം വെച്ചിരിക്കുന്നു. വിഗ്രഹാരാധകർ ആരാധിക്കുന്ന ഒരു വിഗ്രഹം അതിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ ഇയാൾ പരിചയമില്ലാത്ത വീട്ടിലേക്കാണ് കയറിച്ചപ്പോൾ ഇയാൾ വിചാരിച്ചു ഒരു ഹിന്ദുക്കളാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ വീട്ടിലുള്ള സ്ത്രീ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അത് ഒരാൾ ഗിഫ്റ്റായി തന്നതാണ്. ഞാൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നീ അള്ളാഹുവിനോട് നിസ്കരിച്ചത് കൊണ്ട്, പക്ഷെ നീ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിന് വെടിയാണ്. നീ ഉപേക്ഷിക്കണം, അതിനോട് നീ അകലം കാണിക്കണം. ഒജ്തനിബു എന്നാണ് അള്ളാഹു പറഞ്ഞത്, വത്രുക്കു എന്നല്ല. നീ വെറുതെ ഉപേക്ഷിച്ചാൽ മതി എന്നല്ല. ഒജ്തനിബു, ഇജ്തനിബ് എന്ന പദത്തിന്റെ അർത്ഥം അൻ തകൂന ഫീ ജാനിബിൻ വത്താഗൂതു ഫീ ജാനിബ്. ജാനിബ് എന്ന് പറയില്ല നമ്മൾ, ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത്. നീ ഒരു ഭാഗത്താണെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തു മറ്റൊരു ഭാഗത്തായിരിക്കണം. നീയും അതും തമ്മിൽ അടുപ്പമുണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് ഇഅ്തിഖാദ്, രണ്ട് അമൽ. സഹോദരങ്ങളെ, തൗഹീദിന്റെ ഈ ഭാഗം, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഈ ഭാഗം, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസത്തിന്റെ ഈ ഭാഗം, അത് നമ്മുടെ ദീനിലെ ഏറ്റവും 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 പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, അതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന. നമ്മുടെ ദീനിലെ ഒന്നാമത്തെ കൽപ്പന ഈ തൗഹീദാണ്. ആദ്യത്തെ കൽപ്പന ഇതാണ്. നിങ്ങൾ മുസ്ഹഫ് എടുത്തു നോക്കൂ, ഖുർആൻ എടുത്തു നോക്കിയാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ, അതിലെവിടെയും ഒരു കൽപ്പനാ സ്വരത്തിൽ ഒരു കാര്യമില്ല. പിന്നെ ഉള്ളത് സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ 5 ആയത്ത് മുഅ്മിനീങ്ങളെ കുറിച്ച്, 2 ആയത്തുകൾ കുഫാറുകളെ കുറിച്ച്, പിന്നെയുള്ള ആയത്തുകൾ മുനാഫിഖുകളെ കുറിച്ച്, 20-ാമത്തെ ആയത്ത് വരെ. 21-ാമത്തെ ആയത്തിലാണ് ആദ്യമായി ഖുർആനിൽ ഒരു കൽപ്പന വരുന്നത്. അത് ഇപ്രകാരമാണ്: യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും പടച്ചവൻ. ആദ്യത്തെ കൽപ്പന അതാണ്. ആദ്യത്തെ വിലക്ക് ഏതാണ്? തൊട്ടടുത്ത ആയത്തിൽ അതുണ്ട്. എന്താ തൊട്ടടുത്ത ആയത്തിലുള്ളത്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കാളികളെ നിശ്ചയിക്കരുത്. ആദ്യത്തെ കൽപ്പന തൗഹീദാണ്. ആദ്യമായി വിലക്കിയ കാര്യം ശിർക്കാണ്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്ത്, ആയത്തുൽ ഹുഖൂഖ് എന്ന പേരിൽ അറിയപ്പെട്ട ആയത്താണത്. ആയത്തു അൽ ഹുഖൂഖിൽ 10 10 അവകാശങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ 10 ബാധ്യതകളെ കുറിച്ച് വിവരിക്കുന്ന ആയത്ത്. ഈ ആയത്തിൽ, ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു 10 വിഭാഗം ആളുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് അള്ളാഹു ആരംഭിക്കുന്നത് വഅ്ബുദുല്ലാഹ
വലാ തുശ്രികൂ ബിഹി ഷൈഅ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ ബാധ്യത ഏതാണ്? അള്ളാഹുവിനോടാണ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അൻആമിലെ 151 മുതലുള്ള ആയത്തുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മൻ അറാദ അൻ യജിദ ആയതൻ മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലതി അലൈഹാ ഖാതമുഹു ഫൽയഖറ ഹാദിഹിൽ ആയാത്തി الثلاث. സൂറത്തുൽ അൻആമിലെ 151 മുതലുള്ള ആയത്തുകൾ, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അഫ്ഖഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ഗ്രാഹ്യശേഷിയുള്ള പണ്ഡിതൻ, ഏറ്റവും വലിയ ഫഖീഹ് എന്നറിയപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുദ്ര വെച്ച ഒരു വസിയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണോ എങ്കിൽ സൂറത്തുൽ അൻആമിലെ 151, 152, 153 ആയത്തുകൾ വായിച്ചാൽ മതി. ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചതും അത് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു പറഞ്ഞു, ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഈ ആയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ആയത്ത് അള്ളാഹു ആരംഭിച്ചത് എങ്ങനെയാണ്? ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ. പറയുക നബിയെ, തആലൗ നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇതിന്റെ ഗൗരവമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്റിൽ പങ്കെടുത്ത സ്വഹാബിമാർ, സഹോദരങ്ങളെ, തൗഹീദ് എന്ന വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ എങ്ങനെ തിരിച്ചറിയണമെന്നറിയുമോ? ബദ്റിൽ പങ്കെടുത്ത സ്വഹാബിമാർ, എന്താ അവരുടെ പ്രത്യേകത? ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, കഅന്ന അല്ലാഹ തലഅ അലാ അഹ്ലി ബദ്ർ വഖാല ലഹും ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു ബദ്രീങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതുപോലെയുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ആ ബദ്രീങ്ങളിൽപ്പെട്ട സഹാബിമാരിയ്ക്കുന്ന സദസ്സിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാൻ, അലാ തുബായിഉന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ബൈഅത്ത് ചെയ്യുന്നില്ലേ? അപ്പൊ അവർ പറഞ്ഞു, ഖദ് ബായഅനാക്, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് ഞങ്ങൾ ബൈഅത്ത് നൽകിയതാണല്ലോ. അവിടുന്ന് വീണ്ടും ചോദിച്ചു, അലാ തുബായിഉന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ബൈഅത്ത് ചെയ്യുന്നില്ലേ? അവർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ ബൈഅത്ത് ചെയ്തതാണ് നബി. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ബൈഅത്തിനായി കൈനീട്ടി. അപ്പൊ അവിടുന്ന് കൊടുത്ത ബൈഅത്തിൽ ആരോടെ പറയുന്നത്? ബദ്രീങ്ങളോടാണ് ഈ പറയുന്നത്. തൗഹീദ് ആവർത്തിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നത്, എത്ര തവണയായി ബദ്രീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്ക ബൈഅത്തിന്റെ ആരംഭം ഇതാണ്, അനിഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. തൗഹീദിന്റെ പ്രാധാന്യം ഇത്രമാത്രം വലുതാണ്. ഒന്നാമത്തെ കൽപ്പന തൗഹീദാണ്, ഒന്നാമത്തെ വിലക്ക് ശിർക്കാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ ഒന്നടങ്കം സൃഷ്ടിച്ചത്, നമ്മെ എല്ലാവരെയും പഠിച്ചത് ഇത് പൂർത്തീകരിക്കാനാണ്, ഇത് സാക്ഷാത്കരിക്കാനാണ്, തൗഹീദ് ജീവിതത്തിൽ കൊണ്ടുവരാനാണ്, നമ്മളൊരു മുവഹിദാകാനാണ്. അതിനാണ് അള്ളാഹു തന്നെ പഠിച്ചത്, എല്ലാവരെയും പഠിച്ചത്. മുസ്ലിം എന്ന വ്യത്യാസമില്ല, കാഫർ എന്ന വ്യത്യാസം, എല്ലാവരെയും അള്ളാഹു പഠിച്ചതിന്റെ ലക്ഷ്യം അവർ തൗഹീദ് ജീവിതത്തിൽ പാലിക്കുക എന്ന്, അതിനാണ് പഠിച്ചത്. അതാണ് ലക്ഷ്യം. മനുഷ്യരെ മുഴുവൻ പഠിച്ചത് അതിനാണ്. എല്ലാ ആകാശ ഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. സൂറത്തുൽ ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ, വമാ ഖലഖ്തു, ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. ഈ പറഞ്ഞ തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. അള്ളാഹ് മാത്രമാണ് ഇലാഹ് എന്ന് അംഗീകരിച്ചു, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് പഠിച്ചത്. ജിന്നിനെയും മനുഷ്യരെയും ഒക്കെ പഠിച്ചത് അതിനു വേണ്ടിയാണ്. സൂറത്തു ത്വലാഖിന്റെ അവസാനത്തെ ആയത്തും ഇതേ അർത്ഥം അറിയിക്കുന്ന ആയത്താണ്. ഞാൻ ആയത്ത് കൊണ്ടും ആ വിഷയത്തിലുള്ള ആയത്തുകൾ ഓരോന്നോരോന്നായി പാരായണം ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം, നബിമാരെ അള്ളാഹു നിയോഗിച്ചതും കിതാബുകൾ അള്ളാഹു അവതരിപ്പിച്ചതും ഇതിനു വേണ്ടിയാണ്, ഈ ലക്ഷ്യത്തിനാണ്.
എല്ലാ നബിയെയും പറഞ്ഞയച്ച ഇതിനാണ്, തൗഹീദ് പഠിപ്പിക്കാനാണ്, ശിർക്കിൽ നിന്ന് താക്കീത് ചെയ്യാനാണ്. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. നാം എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പറഞ്ഞയച്ചത്? എല്ലാ നബിമാരും വന്നത് എന്തിനാ? അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ ത്വാഗൂത്തുകളെ വെടിയണം. അതാണ് അവരെല്ലാം പറഞ്ഞ കാര്യം. എല്ലാ നബിമാരും അതാ പറയുന്നത്. നിങ്ങൾ സൂറത്തു അൽ അറാഫും സൂറത്തു ഹൂദും എടുത്തു നോക്കുക. ഈ സൂറത്തുകളിൽ നബിമാരുടെ ചരിത്രം എല്ലാം ആരംഭിക്കുന്നത് അവരെല്ലാം ഒരേ വാക്ക് പറഞ്ഞതായി പറഞ്ഞുകൊണ്ടാണ്. എല്ലാ നബിമാരും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷുഐബ് നബി അലൈഹി സ്വലാത്തു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ഈ നബിമാരുടെ ഒക്കെ ചരിത്രം ആരംഭിക്കുന്നത് അവരെല്ലാം അവരുടെ സമൂഹത്തോട് പറഞ്ഞ ഒരേ വാക്കാണ്. ഖുർആൻ ആവർത്തിച്ചു വന്ന വാക്കാണ്. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. എല്ലാ നബിമാരും പറഞ്ഞ കാര്യം. തൗഹീദ് പറയുന്നതിന്റെ, നിനക്ക് നബിമാരോട് സാദൃശ്യമുള്ളവനാകണോ, നീ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുക. നബിമാരോട് നിനക്ക് സാദൃശ്യപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം തൗഹീദ് പറയലാണ്. കാരണം അവരെല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഒന്നടങ്കം. അതിൽ ചില ആളുകൾക്ക് അതല്ലാതെ മറ്റൊന്നും പറയാൻ പോലും സാധിച്ചിട്ടില്ല. ചില ആളുകൾ അത് പറഞ്ഞിട്ട് അതിന്റെ പേര് വധിക്കപ്പെടുകയാണ് ചെയ്തത്. വേറെ എന്തെങ്കിലും ഒരു ശരീഅത്തിന്റെ നിയമം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനു മുൻപേ അവരിൽ ചില മരണപ്പെട്ടു പോയി. നബിമാരോട് നിനക്ക് സാദൃശ്യപ്പെടണോ, തൗഹീദ് പറയാൻ. അവരെല്ലാം പറഞ്ഞത് ഈ വാക്ക് നിങ്ങൾ ഖുർആനിൽ നിങ്ങൾ അടിച്ചു നോക്കുകയാണെങ്കിൽ, അല്ലെ, സെർച്ച് ചെയ്യാനോ മറ്റൊക്കെ പറ്റുന്നതിൽ നോക്കുകയാണെങ്കിൽ പല തവണ ഇത് ആവർത്തിച്ചത് കാണാം. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ് ആരാധിക്കപ്പെടുന്നവനായി ഇല്ല. അതുപോലെ തന്നെ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ്, തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറു അല്ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. അല്ലാഹു പറയാണ്, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി, അല്ലാഹു മലക്കുകളെ നിയോഗിച്ചു അവന്റെ കൽപ്പന പ്രകാരം. ആരുടെ മേൽ? അലാ മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹു ഉദ്ദേശിക്കുന്ന നബിമാരുടെ മേൽ. എന്താണ് അവരോട് അള്ളാഹു നൽകിയ വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്തുൻ നഹ്ലിന്റെ മറ്റൊരു പേരെന്താ? സൂറത്തുൻ നഹ്ൽ വേറെ പേരുണ്ട്. സൂറത്തുൻ നഹ്ൽ നിങ്ങൾ പരിഭാഷയോട് കൂടി വായിച്ചാൽ അതിന്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂറത്തുൻ നഹ്ലിന്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേകത എന്താ സൂറത്തുൻ നഹ്ലിന്? എന്താ അതിന്റെ പ്രത്യേകത? അള്ളാഹു സൃഷ്ടികൾക്ക് ചെയ്ത നിഅമത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞ സൂറത്താണത്. ആ സൂറത്തിലാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ് എന്നുള്ള ആയത്തുകളൊക്കെ പറഞ്ഞത് സൂറത്തുൻ നഹ്ലിലാണ്. സൂറത്തുൻ നിഅമ എന്നൊരു പേര് അതിനുണ്ട്. നിഅമത്തുകളെ കുറിച്ച് വിവരിക്കുന്ന സൂറത്ത് എന്ന പേര് അതിനുണ്ട്. സൂറത്തുൻ നഹ്ലിൽ ഒന്നാമത് എടുത്തു പറഞ്ഞ നിഅമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ നിഅമത്ത്, രണ്ടാമത്തെ ആയത്താണ് ഇത്. സൂറത്തുൻ നഹ്ലിലെ രണ്ടാമത്തെ ആയത്താണ് ഈ ആയത്ത്. അള്ളാഹു നബിമാരെ നിയോഗിച്ചു, അവരെന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്. പിന്നെ അതിനുശേഷമാണ് കപ്പലിനെ കുറിച്ചും ഈ കന്നുകാലികളെ കുറിച്ചും തേനിനെ കുറിച്ചും ദുനിയാവിൽ അള്ളാഹു പടച്ചു വെച്ച ഓരോ നിഅമത്തുകളെ കുറിച്ചൊക്കെ സൂറത്തുൻ നഹ്ലിൽ പിന്നീടാണ് അള്ളാഹു വിവരിക്കുന്നത്. സൂറത്തുൻ നിഅമ എന്ന പേര് സൂറത്തുൻ നഹ്ലിനുണ്ട്. നിങ്ങൾ പോയിട്ട് വായിച്ചു നോക്കൂ. അള്ളാഹു ചെയ്ത നിഅമത്തുകൾ എണ്ണി എണ്ണി പറയുന്ന സൂറത്താണ്. മൂന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹു നബിമാരെ അയച്ചതും കിതാബുകൾ അവതരിപ്പിച്ചു ഇതിനു വേണ്ടിയാണ്. 4, നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കാനിരിക്കുന്ന നന്മ തൗഹീദാണ്. ഇതുപോലെ ഒരു നന്മ വേറെയില്ല. തൗഹീദിനെ അറിയിക്കുന്ന വാക്കുകളെ പോലെ പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്ർ വേറെയില്ല. ഏതാ അഫ്ളലു ദിക്ർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിനേക്കാൾ അഫ്ളലായ ഒരു ദിക്റില്ല. തൗഹീദ് അറിയിക്കുന്ന തൗഹീദിന്റെ പ്രതിഫലം എത്ര വലുതായിരിക്കും ആലോചിച്ച് നോക്കും. നബിമാർ കിതാബ് തൗഹീദിൽ വന്ന ഹദീസുകളിൽ ഒന്നാണ്. ആ ഹദീസിന്റെ സനദിൽ ചെറിയ ദുർബലതകളുണ്ട്. പക്ഷെ പല പണ്ഡിതന്മാരും അതിന് സമാനമായ ഹദീസ് വേറെയും ഉണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഒരിക്കൽ ദുആ ചെയ്തു, അള്ളാഹുവെ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം, സൃഷ്ടികൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാത്ത വലിയ പ്രത്യേകതയുള്ള ഒരു ദിക്ർ. അള്ളാഹു മൂസയോട് പറഞ്ഞു, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അദ്ദേഹം പറഞ്ഞു, കുല്ലു നാസി യഖൂലൂൻ, ഇത് ജനങ്ങൾ എല്ലാവരും പറയുന്ന വാക്കാണ്. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ മറുപടിയായി ആ ഹദീസിൽ വന്നത്, ഹദീസിന്റെ പരമ്പരയിൽ ചെറിയ ദുർബലതയുണ്ട്, പക്ഷേ അതിന് സമാനമായ ഹദീസ് നൂഹ് നബിയുടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അത് സഹീഹാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു കിഫയിൽ, ഒരു തുലാസിന്റെ ഒരു തട്ടിലും 7 ആകാശങ്ങളും 7 ഭൂമികളും ഒരു തട്ടിലും വെച്ചാൽ റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കനം തൂങ്ങുന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? നാളെ അന്ത്യനാളിൽ അമലുകൾ തൂക്കുന്ന മീസാനിൽ ഈ കലിമ വെച്ചു കഴിഞ്ഞാൽ ആകാശ ഭൂമികളെക്കാൾ കനമുള്ള വാക്കാണ് ഇത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. പല ആളുകളും ദിക്ർ എന്ന അർത്ഥത്തിൽ തീരെ ചൊല്ലാത്ത ദിക്റുകൾ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത, ഇതൊക്കെ പലരും ചൊല്ലും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദിക്ർ എന്ന അർത്ഥത്തിൽ പല ആളുകളും കുറക്കുന്ന ദിക്റുകളിൽ ഒന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അത് ചൊല്ലുന്ന രൂപങ്ങളിൽ വരെ അതിന്റെ ഇഖ്ലാസിന്റെ അടയാളമുണ്ട് എന്ന്. മറ്റേത് ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ, ആൾക്കാരുടെ ഇരുന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ ദിക്റുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മാത്രമാണ് ചുണ്ടനക്കാതെ ചൊല്ലാൻ പറ്റിയ ദിക്റുകൾ ഒന്നാണ്. ചൊല്ലി നോക്കിയാൽ ചുണ്ടനക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചുണ്ടനക്കാതെ ചൊല്ലാൻ പറ്റിയ ദിക്റാണ്, ഒരാൾക്ക് അറിയാൻ പോലും പറ്റില്ല. അതിന്റെ ഇഖ്ലാസ് ആ കലിമത്തിൽ പരിപൂർണമാണ്. വെറുതെ ഇരിക്കുമ്പോൾ ചൊല്ലാൻ പറ്റിയ ദിക്റാണ്, ഒരാൾക്ക് മനസ്സിലാവില്ല നീ ദിക്റല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അതിന്റെ ഇഖ്ലാസ്, അതിലുള്ള ഇഖ്ലാസ് അതിന്റെ ചൊല്ലുന്ന രൂപത്തിൽ വരെ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും അധികം പ്രതിഫലം നൽകുന്ന കാര്യം തൗഹീദാണ്. അതിനേക്കാൾ പ്രതിഫലമുള്ള ഒരു അമലും വേറെയില്ല. പക്ഷെ നമ്മൾ പലരും അതിന്റെ ഗൗരവം മനസ്സിലാക്കാറില്ല, തൗഹീദിന്റെ വില മനസ്സിലാക്കാറില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹു വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവർ അവർക്കാകുന്നു നിർഭയത്വമുള്ളത്. നിനക്ക് എത്ര തൗഹീദിൽ ശക്തിയുണ്ടോ അത്രയും പരലോകത്തെത്തിയാൽ നീ നിർഭയനായിരിക്കും. നിനക്ക് എത്രമാത്രം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഷിർക്കിന്റെ കലർപ്പുകൾ കയറി വരുന്ന അത്രയും നിന്റെ നിർഭയത്തില്ലാതാകും. കലർപ്പ് കയറി വന്നാൽ ഷിർക്ക് ഒരാളെ മുഴുവനായി ബാധിച്ചു കഴിഞ്ഞാലോ, സഹോദരങ്ങളെ, നിങ്ങൾ ഒരു തവണ ഖുർആൻ ഖത്മ് തീർക്കുമ്പോൾ പറ്റുമെങ്കിൽ നാളെ പരലോകത്തെത്തിയാൽ മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വിവരിക്കുന്ന ആയത്തുകൾ വായിച്ചു നോക്കാം. സുബ്ഹാനല്ലാഹ്, ആ ആയത്തുകളിൽ പ്രകടമാകുന്ന മുശ്രിക്കുകളുടെ ഹസ്ര, അവരുടെ നിരാശ, അവരുടെ വേദന, അവരുടെ ഭയം. ഈ വിഷയത്തിൽ വന്ന ആയത്തുകൾ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ സൂറത്തുൽ ബഖറ എടുത്തു നോക്കൂ. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്ത് നിങ്ങൾ അതിന് തൊട്ടു ശേഷമുള്ള ആയത്ത് വെച്ച് നോക്കും. നിങ്ങൾ അതിന് തൊട്ടു ശേഷമുള്ള ആയത്ത് അള്ളാഹ്ക്ക് പുറമെ ചില ആൾക്കാരെ സ്നേഹിച്ചവരുടെ കഥയാണ് പറയുന്നത്. തൊട്ടു ശേഷമുള്ള ആയത്ത് പരലോകത്തെത്തിയവരുടെ അവസ്ഥയാണ്. ഇസ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ആയത്ത് സുബ്ഹാനല്ലാഹ് ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ആയത്താണ്. അള്ളാഹു പറയുന്ന നേതാക്കന്മാർ, അനുയായികൾ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇസ് തബറഅ അല്ലദീന തുബിഉ, നേതാക്കന്മാർ പറയും ഞങ്ങൾ ബന്ധില്ലാന്ന് പറയും. ആയത്ത് സുബ്ഹാനല്ലാഹ്. ഇസ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിൻപറ്റിയ അനുയായികളോട് നേതാക്കന്മാർ പറയും ഞങ്ങൾ നിങ്ങളായിട്ട് ബന്ധമില്ല. ഇസ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ്, അവർ ശിക്ഷ നേരിൽ കാണും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി മുറിഞ്ഞു പോകും. വഖാല അല്ലദീന തബഉ ലൗ അന്ന ലനാ കറതൻ, ആ സന്ദർഭത്തിൽ അനുയായികൾ അവർ പറയും ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ. ലൗ അന്ന ലനാ കറതൻ
ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന, ഇവർ ഞങ്ങളിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചതുപോലെ ഞങ്ങൾക്ക് ഇവരോട് ബന്ധം വിച്ഛേദിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. പരലോകത്ത് കുഫാറുകൾ മുശ്രിക്കുകൾ വന്നെത്തിക്കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ ആരാധിച്ചവർ എത്തിപ്പെടുന്ന അവസ്ഥ, അതിന്റെ കാഠിന്യം വിവരിക്കുന്ന ആയത്തിൽ നിന്ന് വായിച്ചു നോക്കുക. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. പരലോകത്ത് നിങ്ങളെ സഹായിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം തൗഹീദാണ്. ഏറ്റവും കടുത്ത അപരാധം ശിർക്കാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ അവന് നാം സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഹറാമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അന്ന് അതിക്രമികൾക്ക് യാതൊരു സഹായവും ഉണ്ടാവുകയില്ല. സഹോദര, ഏറ്റവും വലിയ അതിക്രമം ശിർക്കാണ്. ഏറ്റവും വലിയ നന്മ തൗഹീദാണ്. ഖുർആനും ഹദീസും വായിച്ചാൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന തെളിവുകളെല്ലാം അതിനു മാത്രമുണ്ട്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത തൗഹീദാണ്. അല്ല, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അവകാശമാണ് തൗഹീദ്. മനുഷ്യർക്കുമേൽ റബ്ബിനുള്ള ഏറ്റവും വലിയ അവകാശമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിറകിലിരുത്തി അവിടുന്ന് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അവിടുന്ന് വളരെ വിനയമുള്ളവരായിരുന്നു. സഞ്ചരിച്ചിരുന്ന കഴുതപ്പുറത്തായിരുന്നു. അതിനു പുറകിലാകട്ടെ തൻ്റെ ഒരു സഹാബിയെ അവിടുന്ന് കയറ്റിയിരുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മുആദിനോട് അവിടുന്ന് ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അല്ല മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിന് അവന്റെ അടിമയുടെ മേലുള്ള അവകാശം എന്താണ് എന്ന്? മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവിന്റെ റസൂലിനാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅൻ. അള്ളാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്നാൽ അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതും അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നതുമാണ്. ഒരു ഇബാദത്തിൽ ഒന്നിനെയും പങ്കുചേർ. അതുകൊണ്ട് സഹോദര, ഒരാൾ നിന്നോട് ചോദിക്കുക, നിന്റെ ഏറ്റവും വലിയ ഗോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിൽ നീ എപ്പോഴും കുറിച്ചു വെക്കേണ്ട എൻ്റെ അവസാനത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ ലക്ഷ്യം എന്താ വെച്ചാൽ തൗഹീദുള്ള മുസ്ലിമായി മരിക്കുക എന്നുള്ളതാണ്. അതാണ് ലക്ഷ്യം. എങ്ങനെയെങ്കിലും തൗഹീദോടുകൂടി ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കുക. നമ്മൾ എല്ലാ ജുമഅകളിലും കേൾക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ശിർക്ക് വരരുത്. ഷിർക്കിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ അകലേക്ക് നീ അതിന്റെ ബാരിയർ വെക്കുക. എൻ്റെ അടുത്തും പരിസരത്തും പോയി ഇങ്ങനെ കിടന്ന് നിൽക്കരുത്. നീ അതിലേക്ക് വീണുപോകും. ഷിർക്കിന് നീ വെക്കേണ്ട വേലി എപ്പോഴും ഏറ്റവും ദൂരമുള്ളതായിരിക്കണം. അത് അടുത്തേക്ക് വരുത്തരുത്. അതിൽ വീണു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കരുത്. അത് അങ്ങേറ്റം അകലേക്ക് വെക്കണം. വജ്തനിബു എന്നാണ് പറഞ്ഞത്. അകറ്റി നിർത്താനാണ് പറഞ്ഞത്. എന്നെ അടുപ്പിക്കരുത്. ഇത് വന്നുപോയി കഴിഞ്ഞാൽ, ഷിർക്കിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ തകർച്ച പൂർണ്ണമായി. പിശാചിന് അവന്റെ കാര്യത്തിൽ ഇനി പണിയില്ല. ഇബ്നു ഖയ്യിം അദ്ദേഹം പറഞ്ഞതുപോലെ ശൈത്താൻ അവന് മനുഷ്യരുടെ അടുക്കൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഒരാൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അയാളെ ചിലപ്പോൾ നന്മ ചെയ്യുന്ന ഒരാൾ നല്ല നന്മകൾ ചെയ്യുന്ന അയാൾ തിന്മയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഏറ്റവും ചുരുങ്ങിയത് അയാളെ കൊണ്ട് 2 നന്മകളിൽ ഏറ്റവും ചെറിയ നന്മയെങ്കിലും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. അവൻ എന്തായാലും നന്മയും എങ്കിൽ ആ കൂട്ടത്തിൽ കുറഞ്ഞ നന്മ ചെയ്യിപ്പിക്കുക. അതുകൊണ്ടെങ്കിലും അവൻ തൃപ്തിപ്പെടാൻ ശ്രമിക്കുമെന്നാണ്. കാരണം ഒരാളെ തിന്മയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പിടിക്കുക. ഇല്ലെങ്കിലോ അതിമൊന്ന് പതുക്കെ ബാക്കിലേക്കാക്കുക. ബിദ്അത്ത് അല്ലെങ്കിൽ ഹറാമുകൾ, ചെറുപാപങ്ങൾ, അല്ലെങ്കിൽ വൻപാപങ്ങൾ, അല്ലെങ്കിൽ ബിദ്അത്തുകൾ. അദ്ദേഹം പറയാണ്, അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതൊക്കെ അവൻ കൊണ്ടെത്തിക്കുന്ന എവിടേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്? ഷിർക്കിലേക്ക് എത്തിക്കാനാണ്. അദ്ദേഹം പറയണം, അതിൽ കിട്ടിക്കഴിഞ്ഞാൽ, മനുഷ്യനെ അതിൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ, മനുഷ്യരോടുള്ള അവന്റെ അടങ്ങാത്ത ദേഷ്യത്തിന്റെ, അസൂയയുടെ അഗ്നി അതോടുകൂടി കെട്ടണയുന്നതാണ്. ഖലാസ്, അവന്റെ ലക്ഷ്യം കഴിഞ്ഞു. ഇനി ഇവൻ ഏത് വാദിയിൽ പോയി നശിച്ചാലും, ഏത് താഴ്വാരത്തിൽ പോയി തകർന്നാലും അവനെ അതൊരു കുഴപ്പമില്ല.
അതിൽ കിട്ടിയാൽ മതി. ശിർക്കാണ് അവൻ്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടം. അതുകൊണ്ട് അതിന് നിങ്ങൾ ഏറ്റവും ശക്തമായ സുരക്ഷാ വേലി ഒരുക്കുക. തൗഹീദിനെ കുറിച്ച് പഠിച്ചുകൊണ്ട്, ശിർക്കിനെ കുറിച്ച് പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്. ആറാമത്തെ കാര്യം, തൗഹീദാണ് ഒരു മനുഷ്യന്റെ പ്രബോധനത്തിൽ ഒന്നാമത്തെ കാര്യം. നബിമാരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെല്ലാം തങ്ങളുടെ ജനതയോട് ആദ്യം പറഞ്ഞത് തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ മക്കയിലേക്ക് വന്നെത്തി. ആ നാട്ടിൽ മദ്യപാനമുണ്ട്, ആ നാട്ടിൽ വ്യഭിചാരമുണ്ട്, ആ നാട്ടിൽ അന്യായമായ കൊലപാതകങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങൾ മുറിക്കലുണ്ട്, മറ്റ് അതിക്രമങ്ങളും വൃത്തികേടുകളുമുണ്ട്. പക്ഷെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ ഉമ്മത്തിന് മുൻപിൽ, അല്ലെങ്കിൽ തൻ്റെ ജനങ്ങൾക്ക് മുൻപിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. മുസ്നദ് അഹ്മദിൽ കാണാ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാദയിലും ദുൽമജാസിലും ചന്തകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്ന് വിളിച്ചു പറയുമായിരുന്നു എന്ന്. ജനങ്ങളെ, ഹജ്ജിന്റെ ഒക്കെ സന്ദർഭത്തിൽ ആൾക്കാർ, ഹജ്ജിന്റെ ആളുകൾ വരുമ്പോൾ, ഹജ്ജിന് വേണ്ടി ആളുകൾ വന്നെത്തുമ്പോൾ അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. സഹാബികൾ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അവിടുത്തെ പിറകിൽ നിന്നുകൊണ്ട് അവിടത്തേക്കുമേൽ കല്ലെറിയുകയും മണ്ണ് വലിച്ചെറിയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ആളുകളോട് പറയും, ലാ തുസദ്ദിഖൂഹു ഇന്നഹു സാബിഉൻ കദ്ദാബ്, ഇയാളെ വിശ്വസിക്കരുത്, ഇയാൾ പുതിയ മതക്കാരനായ സാബിആൻ, കള്ളനാണ് എന്ന് വിളിച്ചു പറയും. ആരെ വിളിച്ചു പറയുന്നത്? അബൂ ലഹബായിരുന്നു. അത് അബൂ ലഹബായിരുന്നു വിളിച്ചു പറഞ്ഞിരുന്നത്. ദഅവത്ത് നോക്കൂ നിങ്ങൾ, തൗഹീദിനു വേണ്ടി അവിടുന്ന് നിലകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് നിന്ന രൂപം നോക്കൂ. ചില പണ്ഡിതൻ അല്ലെങ്കിൽ ചില സീറകളുടെ കിതാബുകൾ കാണാം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതച്ചു മൂടി കിടക്കുന്നവനെ നബിയെ, ഖും, എഴുന്നേൽക്കുക, ഫഅൻദിർ, താക്കീത് നൽകുക. ചില ആളുകൾ പറഞ്ഞതുപോലെ അവിടുന്ന് അന്ന് എഴുന്നേറ്റ് നിന്നു, അവിടുത്തെ വഫാത്ത് വരെ അവിടുന്ന് ഇരുന്നിട്ടില്ല. ആ നൃത്തം അവിടെ നിന്നു. തൗഹീദിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന നൃത്തം നോക്കൂ. അവസാനത്തെ ഹദീസുകൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹദീസുകൾ, വഫാത്തിന്റെ അടുത്തുള്ള ഹദീസുകൾ. സഹാബ് ഇബ്നു അബ്ബാസ് പറയാണ്, ആയിഷ ബി പറയാണ്, പിന്നെ ധാരാളം സഹാബിമാർ ഒരുപോലെ ഉദ്ധരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്ഷയമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവിടുന്ന് വെള്ളം നനച്ച മുണ്ട് തൻ്റെ മുഖത്തിട്ടുകൊണ്ട് അത്രമാത്രം ക്ഷീണിതനായ സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം മസാജിദ, യഹൂദ നസാറാക്കൾക്കുമേൽ ശാപമുണ്ടാകട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബ്റുകൾ മസ്ജിദാക്കി. അവിടുത്തെ ആ സമയത്ത് വരെ അവിടുന്ന് നിർത്തുന്നില്ലായിരുന്നു. തൗഹീദിലേക്കുള്ള ദഅവ അവിടുത്തെ തുടക്കം അതിലായിരുന്നു, അവിടുത്തെ അവസാനം അതിലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിനു വേണ്ടി പരിശ്രമിച്ചതുപോലെ ഒരു നബിയും പരിശ്രമിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് തൗഹീദിലായിരുന്നു. അതിൻ്റെ തുടക്കവും മധ്യവും അതിൻ്റെ അവസാനവും അത് മുഴുവൻ തൗഹീദിലായിരുന്നു. സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നോക്കൂ നിങ്ങൾ എന്താ പറഞ്ഞത്? യാ മുആദ് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അല്ല മുആദ്, നീ പോകുന്നത് അഹ്ലുൽ കിതാബുകാരുടെ അരികിലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ്. അതുകൊണ്ട് മുആദ്, നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്ന കാര്യമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫി ദഅവത്തിന്റെ ഒന്നാമത്തെ അടയാളങ്ങളിൽപ്പെട്ടത് തൗഹീദിനോടുള്ള അതിൻ്റെ ശ്രദ്ധയാണ്. തൗഹീദ് പറയുന്നതിലുള്ള അവസാനിക്കാത്ത പരിശ്രമമാണ്. അബുൽ അല മൗദൂദി, അദ്ദേഹം ഇന്ത്യയിൽ തൗഹീദുൽ ഹാക്കിമിയ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പിന്നെ വിഭജിക്കപ്പെടുന്നതിന് മുൻപ് ഇത് ആരംഭിച്ചിട്ടുണ്ട്. തൗഹീദുൽ ഹാക്കിമിയ എന്ന വിഷയം സംസാരിക്കുന്ന സന്ദർഭത്തിൽ, അതിനു മറുപടി എഴുതിയ സന്ദർഭത്തിൽ മൻഹജുൽ അംബിയ എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് റബീഅ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന് ലോകത്ത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള വിഗ്രഹാരാധനക്ക് സമാനമായ അവസ്ഥ എവിടെയെങ്കിലും അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുക ഇന്ത്യയിലാണ്.
ബഹുദൈവ ആരാധന അതിൻ്റെ ഏറ്റവും ശക്തമായ രൂപത്തിൽ. അവിടെയാണ് ഈ വിഷയം നിങ്ങൾ സംസാരിച്ചത് എന്നത് എത്ര അത്ഭുതമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിനോട് ഏറ്റവും സമാനതയുള്ള ഘട്ടമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതാകട്ടെ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിം പേരുള്ള ആൾക്കാരിൽ മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവരിൽ മാത്രമല്ല, മുസ്ലിം പേരുള്ള ആളുകളിൽ വരെ അതാണ് അവസ്ഥ. ജാറങ്ങളും മക്ബറകളും അള്ളാഹുവിന് പുറമേയുള്ളവരെ ആരാധിക്കുക എന്നത് അതിൻ്റെ സർവ വേരുകളും എല്ലാ അവസ്ഥയിലും അതിൻ്റെ ഏറ്റവും മോശമായ രൂപത്തിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കാണാം. അവിടെ ഒരാൾ തൗഹീദി ദഅവ അതിൽ അയാൾക്ക് കാര്യമായ പങ്കില്ലെങ്കിൽ, ചില പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരാളുടെ ദഅവത്ത് തൗഹീദിൽ ആരംഭിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ദഅവത്തിൽ ഖലലുണ്ട്, അവൻ്റെ ദഅവത്തിൽ പ്രശ്നമുണ്ട്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവരുടെ എല്ലാ സന്ദർഭത്തിലുമുള്ള ശുഗ്ലു ഷാഗിൽ, അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ താഴെയുള്ള കാര്യങ്ങളിലാണ്. ഒരാൾ അള്ളാഹുവിനുള്ള ഇബാദത്തിനെ തകർക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അയാൾ അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നമില്ല, അയാൾ അതിനെക്കുറിച്ച് ചോദിക്കുകയോ അയാൾക്ക് അതൊരു ഗൗരവമുള്ള വിഷയമാവുകയോ ചെയ്യുന്നില്ല. അവനെ കൊണ്ട് ചിലപ്പോൾ ശിർക്കും ബിദ്അത്തും അതിൻ്റെ ഏറ്റവും കടുത്ത രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരു തലവേദന അനുഭവിക്കുന്നില്ല. അതൊരിക്കലും ദഅവത്തിന്റെ ശരിയായ രൂപമല്ല. നബിമാരുടെ ദഅവത്തിനോട് നീ സമാനത ഉണ്ടാകാൻ, നിനക്ക് സമാനത വേണോ, ഇതിലേക്ക് ആദ്യം ക്ഷണിക്കും. തൗഹീദിന്റെ ദഅവത്തിൽ നിനക്ക് നിന്റെ ദഅവത്തിൽ ഒരു വലിയ ശതമാനം അതിന് പങ്കുണ്ടാകട്ടെ. മറ്റു കാര്യങ്ങളൊന്നും ക്ഷണിക്കരുത് എന്നോ മറ്റു കാര്യങ്ങൾ പറയരുത് എന്നോ പഠിപ്പിക്കരുത് എന്നോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതാണ്, നബിമാരുടെ രീതി അതാണ്. സഹോദരങ്ങളെ, ഇതിൽ ഒരാൾ ശുഗ്ലായി കഴിഞ്ഞാൽ പലപ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആക്ഷേപങ്ങളും മറ്റുമൊക്കെ ഒരു പ്രശ്നമല്ലാതെ മാറും. ആൾക്കാർ നിന്നെ പറയുന്നതും മറ്റു വിഷയങ്ങൾ നിന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതും നിനക്കൊരു പ്രശ്നമില്ലാതാകും തൗഹീദ് നിന്റെ ശുഗ്ലായി കഴിഞ്ഞാൽ. കാരണം ഇത് തന്നെ ഇവിടെ ആവശ്യത്തിന് പറയാനുണ്ട്, അതിന് തന്നെ ആളുകളില്ലാത്ത അവസ്ഥയുണ്ട്. ഒരു സഹോദര, നിന്റെ കുടുംബത്തിന്, നിന്റെ വീട്ടുകാർക്ക്, നിന്റെ അയൽവാസികൾക്ക് തൗഹീദ് എത്തിക്കുന്നതിൽ നീ കുറവ് കാണിക്കരുത്. തൗഹീദ് വിവരിച്ച് നൽകുന്നതിൽ നീ അശ്രദ്ധ കാണിക്കരുത്. ഏഴാമത്തെ കാര്യം, അവസാനത്തെ കാര്യം സഹോദര, സാലിഹായ അമലുകൾ സ്വീകരിക്കാൻ ഉള്ള ഒന്നാമത്തെ നിബന്ധന തൗഹീദാണ്. അതില്ലാതെ അമലുകൾ സ്വീകരിക്കുകയില്ല. ആളുകൾക്ക് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണിത്. തൗഹീദ് ഇല്ല അമൽ സ്വീകരിക്കില്ല. നീ എത്ര നന്മ ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് ആൾക്കാർ പലരും പറയുന്നത് നല്ല മനുഷ്യനായ മതി, ആൾക്കാർക്ക് പരോപകാരിയായി ജീവിച്ചാൽ മതി, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യനായിട്ട്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കണ്ണിൽ നിന്ന് എന്താണ്? എല്ലാവർക്കും സഹായമൊക്കെ ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ചിരിച്ചു കളിച്ച് അങ്ങനെ ജീവിച്ചു നല്ലൊരു മനുഷ്യനാണ്. എന്നാൽ തൗഹീദ് പറഞ്ഞ ആളുകളുടെ ഇടയിൽ അതിനുവേണ്ടി സംസാരിച്ച് ആക്ഷേപങ്ങൾ കേട്ട ഒരാളാണെങ്കിലോ ചില ആൾക്കാരുടെ കണ്ണിൽ അവന് കൊണ്ട് ശല്യം, എവിടെ പോയാൽ ഇവന്റെ ഈ വർത്താനം തന്നെ. അള്ളാഹുവിന്റെ അരികിൽ തൗഹീദിനു വേണ്ടി സംസാരിച്ചവനാണ് ഏറ്റവും നല്ലവൻ. അമലുകൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന അതാണ്. അതില്ലാതെ നീ എത്ര നല്ലത് ചെയ്തിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ, അയാള് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ മേൽ ഭക്ഷണ സാധനങ്ങൾ ആ കാലഘട്ടത്തിൽ, ഇക്കാലത്ത് കൂടിയല്ല അന്നത്തെ കാലത്ത് നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ മേൽ ഭക്ഷണം വെച്ച് വിളമ്പുമായിരുന്നു എന്നാണ്. അതിനു മാത്രം ദാനം ചെയ്യുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, പരലോകത്ത് ഇത് ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. തൗഹീദ് അമലുകൾ സ്വീകരിക്കണം. ഒന്നാമത്തെ ഖുർആൻ, അള്ളാഹു, നിങ്ങൾ ഹദീസിനപ്പുറത്ത് ഖുർആനിൽ നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയാൻ, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി. അവരുടെ ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചു എന്നതാണ്. തൗഹീദിലെ ചില ആൾക്കാർക്ക് അങ്ങനെ ധാരണ ഉണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വ്യാപിച്ചിട്ടുണ്ട്.
നീ എന്ത് മതത്തിലായാലും എന്ത് വിശ്വാസത്തിലായാലും നല്ലൊരു മനുഷ്യനായ മതി. നല്ല മനുഷ്യനാകണോ, ഒന്നാമത്തെ നിബന്ധന തൗഹീദ് ഉണ്ടാവാനുള്ളതാണ്. അള്ളാഹുവിനോട്, നിന്നെ പടച്ച നിന്റെ റബ്ബിനോട് ഉള്ള ബാധ്യത നിറവേറ്റാതെ നീ എന്തു നന്മ ചെയ്തതുകൊണ്ടും നീ നല്ലവനാകാൻ പോകുന്നില്ല, നിനക്കത് ഉപകരിക്കാൻ പോകുന്നില്ല. സഹോദര, ആ പറഞ്ഞ നല്ല മനുഷ്യനാവുക എന്നുള്ളതിന് വിരുദ്ധമല്ലല്ലോ തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത്. തൗഹീദ് ഉണ്ടായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും അല്ല, തൗഹീദ് അതിനൊക്കെ പ്രേരകമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആരെങ്കിലും അള്ളാഹുവിനെ ഷിർക്ക് ചെയ്യാതെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഷിർക്ക് ചെയ്ത അവസ്ഥയിലാണെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഈ ഹദീസ് ചില പണ്ഡിതന്മാർ ഷിർക്കുൻ അസ്ഗർ ഒരാൾ ചെയ്താൽ അത് അള്ളാഹു തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തു നൽകുകയില്ല എന്നതിന് തെളിവാക്കിയ ഹദീസാണ്. ഒരാളത് ഷിർക്കിൻ അസ്ഗറാണ് സംഭവിച്ചത്, ലോകമാന്യം പോലുള്ള കാര്യങ്ങൾ, ഒരാളെ കാണിക്കാൻ വേണ്ടി ബാത്ത് ചെയ്യുക, ജനങ്ങളെ നല്ല പേര് കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരാൾ ചെയ്തിട്ട് അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. എപ്പോഴും അതെന്നാണെങ്കിലോ ഷിർക്കുൻ അക്ബറാണ്. ഒരാൾ അമൽ മുഴുവൻ അങ്ങനെയാണെങ്കിലോ ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും, മുസ്ലിം അല്ല, അയാൾ കാഫറാണ്. എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. അയാൾ അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരിച്ചാൽ, ഈ ഹദീസ് അതിന് തെളിവാക്കിയ ഹദീസുകൾ വന്നാൽ, ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ നരകത്തിൽ, അത് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ തേടാതെ ആഖിറത്തിലെത്തിയാൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ സ്വർഗത്ത് പോകുള്ളൂ. അങ്ങനെ അഭിപ്രായപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതാണ് തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത്രയും ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, തൗഹീദ് നിലകൊള്ളുന്നത് രണ്ട് സ്തംഭങ്ങൾക്ക് മുകളിലാണ്, രണ്ട് റുക്നുകൾക്ക് മുകളിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്തിന്റെ രണ്ട് റുക്നുകളാണത്. ഒന്ന് അന്നഫിയു, രണ്ട് അൽ ഇസ്ബാത്തു. അന്നഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇല്ല എന്ന് നിഷേധിക്കുക. അൽ ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നോക്കൂ നിങ്ങൾ, അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ് തൗഹീദിന്റെ ഈ രണ്ട് റുക്നുകൾക്കുള്ള. ലാ ഇലാഹ, ലാ എന്നാണ് ഇല്ല എന്നാണ്. ലാ ഇലാഹ, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ള ഒരു ഇലാഹും ഇല്ല, നിഷേധമാണ്. ആരാധിക്കപ്പെടാൻ ഒരാൾക്കും അർഹതയില്ല എന്നാണ് അതിന്റെ ആദ്യ ഭാഗം പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സ്ഥിരീകരണമാണ്. ഒരാളും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവരായില്ല ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അള്ളാഹുവിന് മാത്രമേ അതിന് അർഹതയുള്ളൂ. ഒരാൾ അള്ളാഹു ഹുവൽ ഇലാഹ് എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമായ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അള്ളാഹു ആണ് ഇലാഹ് എന്ന് ഒരാൾ പറഞ്ഞാലോ മതിയാവോ? ഇല്ല. കാരണം എന്താ? അള്ളാഹു ഇലാഹാണ്, അതിനോടൊപ്പം വേറെ ഇലാഹ് ഉണ്ടാകാം. ഒരു ഇലാഹും ഇല്ല എന്ന് മാത്രം പറഞ്ഞാലോ അത് മതിയാവോ? ഇല്ല. കാരണം എന്താ? നിരീശ്വരവാദിയായി. ഒരാൾ പറയാം ഒരു ഇലാഹും ഇല്ല, നിരീശ്വരവാദിയാണ്. അള്ളാഹു ഇലാഹാണ് എന്ന് മാത്രം പറഞ്ഞാലോ അതിന്റെ അർത്ഥം അള്ളാഹുവിന് പുറമെ ചിലപ്പോൾ ഇലാഹുകൾ ഉണ്ടായേക്കാം. അങ്ങനെ പറഞ്ഞാൽ മുശ്രിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറയുമ്പോൾ ഈ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹ് ഇല്ല. ചില ഉലമാക്കൾ, അബുൽ ബഖാ അൽ കഫവി, ഹനഫി പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അവ്വലുഹാ നഫ്യുൻ വ ആഖിറുഹാ ഇസ്ബാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ തുടക്കം നിഷേധമാണ്, വ ആഖിറുഹാ ഇസ്ബാത്ത് അതിന്റെ അവസാനം സ്ഥിരീകരണമാണ്. ഫദഖല അവ്വലുഹാ അലൽ ഖൽബി ഫജല ثم تمكن آخرها فخلا. അതിന്റെ ആദ്യം ഹൃദയത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഹൃദയം തെളിച്ചമുള്ളതാകുന്നു. ലാ ഇലാഹ എല്ലാ നിലക്കുള്ള ബന്ധങ്ങളെയും എല്ലാ കെട്ടുപാടുകളെയും ഹൃദയത്തിലുള്ള എല്ലാ ബന്ധനങ്ങളെയും ചങ്ങലക്കെട്ടുകളെയും അത് പൊട്ടിച്ചെറിയുന്നു. ഞാൻ ഒരാളുടെ അടിമയല്ല, ഒരാളുടെ മുൻപിൽ എനിക്ക് അടിമത്തമില്ല, എൻ്റെ റബ്ബായി ഒരാളുമില്ല, എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി ഞാൻ ഏറ്റവും ഭയക്കുന്നവനായി ഒരാളുമില്ല.
എല്ലാ ചങ്ങലക്കെട്ടുകൾ നീ പുറത്തെടുക്കാണ്. ലാ ഇലാഹ എന്ന വാക്കിൽ ഇല്ലല്ലാഹ് ഐ സുമ്മ തമക്കന ആഖിറുഹ ഫഖല, അതിന്റെ അവസാനം ഹൃദയത്തെ മുറുക്കി പിടിക്കുന്ന വാക്കാണ് ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഈ പറഞ്ഞതൊന്നും എനിക്കില്ല, എൻ്റെ റബ്ബല്ലാതെ. ആ വാക്കിന് വല്ലാത്ത അർത്ഥമുണ്ട്. ദുആകളിൽ പലയിടത്തും ഈ വാക്കുള്ളത്. അല്ലാഹുമ്മ ലക അസ്ലംതു ബിക ആമൻതു അലൈക തവക്കൽതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ മുസ്ലിമായിരിക്കുന്നു, നിനക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഇലൈക അനബ്തു, അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ഇതാ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. വബിക ഖാസംതു, നിനക്ക് വേണ്ടി അല്ലാഹുവേ ഞാൻ സംസാരിച്ചിരിക്കുന്നു. നോക്കൂ, എല്ലാം റബ്ബിനോട് ചേർത്തിട്ടുള്ള വാക്കാണിത്. പലയിടത്തും നിങ്ങൾക്ക് ഇത് കാണാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നോക്കൂ നിങ്ങൾ, ഫഗ്ഫിർലി വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, നീ അല്ലാതെ പൊറുക്കാൻ ഒരാളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണത്. അല്ലാഹു നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് നീ അല്ലാതെ ഇല്ല. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഹൃദയത്തെ സ്വാധീനിക്കുന്ന രൂപം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മനസ്സിന് അതെങ്ങനെ ചേർത്ത് നിൽക്കണം, റബ്ബിനോടുള്ള ബന്ധം എത്ര വലുതായിരിക്കണമെന്ന് ആലോചിച്ച് നോക്കും. അല്ലാഹു നീയാണ് എനിക്കുള്ളത്, വേറെ ഒരാൾ എനിക്കില്ല. നീ പുറത്തു തന്നില്ലെങ്കിൽ ആദം നബിയുടെ പ്രാർത്ഥന നോക്കൂ, ഹുവാന്റെ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ്. പ്രാർത്ഥനയുടെ രൂപം നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കൂ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ നീ അവതരിപ്പിച്ചു തരുന്ന, നീ ഇറക്കി തരുന്ന എന്തൊരു നന്മക്കും ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ്, ഫഖീറാണ്. വാക്ക് നോക്കൂ. ഇതുപോലെ തന്നെ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു നോക്കൂ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, സുബ്ഹാനക നീ പരിശുദ്ധനാണ്, അങ്ങേറ്റം പരിശുദ്ധിയുള്ളവൻ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അതിക്രമികാരികൾ പെട്ടുപോയവനായി. ആ വാക്കിന്റെ അല്ലാഹുമായുള്ള ബന്ധത്തിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. ഇങ്ങനെ എത്രയെത്ര ദുആകളുണ്ട്. യഹ്യാ നബിയുടെ സക്കരിയ നബിയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ നാദ റബ്ബഹു നിദാഅൻ ഖഫിയ റബ്ബി قال رب إني وهن العظم مني واشتعل الرأس شيبة ولم أكن بدعائك رب شقيا. ഇതാ ദുആ നോക്കുക, വാക്കിന്റെ അർത്ഥം നോക്കുക. അല്ലാഹുവേ എൻ്റെ മുടി ഇതാ നരച്ചിരിക്കുന്നു, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല. അല്ലാഹുവിനോടുള്ള നബിമാരുടെ ഹൃദയബന്ധം നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തിയത് തായിഫ് എന്ന് വന്നതിന് ശേഷം അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുണ്ട്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ആ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ സനദിൽ ചില ദുർബലതകൾ ഉണ്ടെങ്കിൽ പോലും അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ഖില്ലത ഹീലതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുവേ നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫലാ ഉബാലി, നിനക്ക് എന്നോട് തൃപ്തിയുണ്ടെങ്കിൽ ഫലാ ഉബാലി, മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. അതിക്രമങ്ങൾ അവിടെ തായിഫ് എന്ന് വന്നപ്പോൾ ദുആ ചെയ്ത് ദുആ ആണെന്ന്, അങ്ങേറ്റത്തെ കല്ലേറും ശരീരത്തിൽ നിന്ന് രക്തം വന്ന് അവിടുന്ന് പരിക്ഷീണനായി വലിയ പ്രതീക്ഷയിലാണ് തായിഫിലേക്ക് പോയത്. അവിടെ തിരിച്ചു വന്ന് നടത്തിയ ദുആ ആണെന്നാണ്. നബിമാരുടെ ദുആകൾ എടുത്തു, സുബ്ഹാനല്ലാഹ്, പ്രാർത്ഥനകളിൽ അവരുടെ അല്ലാഹുവിനോടുള്ള ബന്ധം നോക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണ് അവിടുന്ന് പറഞ്ഞത്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അതാണ് ഇബാദത്ത്, പ്രാർത്ഥന അതാണ് ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹനഫി പണ്ഡിത് അദ്ദേഹം പറഞ്ഞു, ഫനസഖത് സുമ്മ റസഖത്. ലാ ഇലാഹ എന്ന അതിന്റെ ആദ്യത്തെ വാക്ക് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന വാക്ക് നസഖത്, അത് ഹൃദയത്തിലുള്ള എല്ലാത്തിനെയും ദുർബലമാക്കിയിരിക്കുന്നു, ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഇല്ലാതെയായി. സുമ്മ റസഖത്, അല്ലാഹുവിനോടുള്ള ബന്ധമാകട്ടെ റസഖത്ത്, അത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വേരുറപ്പിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം എടുത്ത് പറിച്ചു കളഞ്ഞിട്ട് അള്ളാഹുവിനുള്ള ബന്ധത്തെ ശക്തമാക്കുകയാണ്. വസലബത് സുമ്മ ഔജബത്, ബാക്കി എല്ലാതിനെയും അത് നശിപ്പിച്ചു കളയുന്നു. സുമ്മ ഔജബത്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഹൃദയത്തെ അതിനോട് ചേർത്ത് നിർത്തുന്നു. വമഹത് സുമ്മ അസ്ബതത്, ഹൃദയത്തിലെ എല്ലാ കുത്തിവരകളെയും അത് മായ്ച്ചു കളയുന്നു. അള്ളാഹുവിനോടുള്ള ബന്ധം മാത്രം അതിൽ
ഹൃദയത്തിൽ അത് സ്ഥാപിക്കുന്നു. ഈ വാക്ക് ഭയങ്കരമായ വാക്കാണ്. അതുകൊണ്ട് ആകാശഭൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഇസ്ലാമിൽ പ്രവേശിക്കാൻ ആദ്യത്തെ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ അർത്ഥം പല ഹദീസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഈ രണ്ട് കാര്യം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട പ്രസിദ്ധമായ ഹദീസാണ് ഇബ്നു ഉമറിന്റെ ഹദീസ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം 5 കാര്യങ്ങൾക്ക് മേലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഏതാ ഒന്നാമത്തെ കാര്യം? ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഹദീസിന്റെ ചില റിവായത്തുകളിൽ കാണാം ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് അൻ യുഅബദല്ലാഹു വഹ്ദഹു വയുക്ഫറ ബിമാ ദൂനഹു. അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പകരം അവിടുന്ന് പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യപ്പെടുകയും അവന് പുറമെ ഉള്ളതിനെ നിഷേധിക്കുകയും ചെയ്യലാണ്. ഈ പറഞ്ഞ നഫി ഇസ്ബാത്ത് അതാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണത്. അദ്ദേഹം പറഞ്ഞു തന്റെ ജനതയോട്, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കൾ ഫഇന്നഹു അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, ഇവയെല്ലാം എൻ്റെ ശത്രുക്കളാണ് ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു ഒഴികെ. ഇങ്ങനെ എത്രയോ ആയത്തുകളിൽ എത്രയോ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം ഖുർആനിൽ നബിമാരുടെ ദഅവത്തിന്റെ ചരിത്രം വായിക്കുമെന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞ രണ്ടും നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നബിമാർ പറഞ്ഞത് എന്താ? അവരുടെ ജനത യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്, അത്രയാണോ പറഞ്ഞത്? അല്ല, പിന്നെ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലേ? അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞു നിർത്തിയോ? ഇല്ല, നിങ്ങൾക്ക് അവന് പുറമെ ഒരു ഇലാഹില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദിന്റെ ഈ 2 ഭാഗങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. ഇതിലത് ഒന്നും ഇല്ലാതെയായി കഴിഞ്ഞാൽ മറ്റേത് നിലനിൽക്കില്ല. ഇന്ന് ചിലപ്പോഴെങ്കിലും ആളുകൾക്ക് ഇസ്ബാത്ത് വലിയ പ്രശ്നമല്ല, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല. അള്ളാഹുവിന് പുറമെ ഉള്ളതിനെ ആരാധിക്കരുത് എന്ന് പറയുന്നത് അതവർക്ക് പ്രയാസമാണ്. അതിനെ നിരാകരിക്കുന്നത്, അതിനോട് അകൽച്ച കാണിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. ആൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല. കാലം കൂടുന്നതിനനുസരിച്ച് അതിനോട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അല്ലാത്തവർക്ക് ആരാധിച്ചോ അതിനുവേണ്ടി നേർന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് ഭക്ഷണമല്ലേ, ഭക്ഷണത്തിനോട് എന്താ നമുക്ക് ദേഷ്യം? അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആഘോഷങ്ങൾ പങ്കെടുക്കരുത്. അതിലെന്താ കുഴപ്പം? ആഘോഷമല്ലേ. ഇങ്ങനെ പറഞ്ഞു എല്ലാം ദുനിയാവിൽ എന്തും ഇങ്ങനെ പറയാലോ, എന്തും ഇങ്ങനെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, ദീനിൽ ഷിർക്കിന്റെ ആളുകളുടേത് എന്ന് പ്രത്യക്ഷത്തിൽ അറിയപ്പെട്ട കാര്യങ്ങൾ അതുപോലും സ്വീകരിക്കാൻ പാടില്ല. പറയുമ്പോൾ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് മാത്രം ബാധകമായ വസ്ത്രം അത് ധരിക്കാൻ പാടില്ല, അവർക്ക് മാത്രം ബാധകമായ രീതികൾ അത് സ്വീകരിക്കാൻ പാടില്ല. ദുന്യവിയായ കാര്യമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അത് അവർക്ക് മാത്രം പ്രത്യേകം ഷിർക്കിന്റെ അടയാളങ്ങൾക്ക് മാത്രം പ്രത്യേകമായി തീർന്നാൽ അത് ഉപയോഗിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സദൃശ്യരായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ധാരാളം കാര്യങ്ങൾ കാണാം. ഉദാഹരണത്തിന് താടി വളർത്തുകയും മീശ ചെറുതാക്കുകയും ചെയ്യാന്നുള്ളത്. എന്താ ഹദീസിലൊക്കെ ഉള്ളത്? അഅഫുൽ ലിഹ വഖഫു ഷവാരിബ്, നിങ്ങൾ താടി വളർത്തുകയും മീശ ചെറുതാക്കുകയും ചെയ്യുക. അതെന്താ പറയുക? ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളോട് എതിരാവുക. കാരണം ബഹുദൈവ ആരാധകർ അവർ മീശ വലുതാക്കുകയും താടി വടിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടമായ രൂപങ്ങളിൽ വരെ ശിർക്കിനോട് അടുപ്പം കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് സുബ്ഹാനല്ലാഹ് ആളുകൾ ചിലപ്പോൾ ബസ് മുതലാളിയായിരിക്കും. അപ്പോൾ ബസ്സിന്റെ നടുക്കൽ നിന്നുണ്ടാവും ഞാനൊരു എല്ലാ മതക്കാരോടും ഉള്ള ഒരു കാബന്റെ ഫോട്ടോ ഉണ്ടാവും, അപ്പുറത്തൊരു വിഗ്രഹത്തിന്റെ ഫോട്ടോ, അപ്പുറത്തൊരു കുരിശിന്റെ ഫോട്ടോ. അത് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാലം പോയി അവസാനം അടുത്തൊരാൾ എന്നോട് ചോദിച്ചാൽ, അയാളുടെ കടയിൽ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്, നേർക്കുനേരെ വിഗ്രഹം. കാരണം എന്താ വെച്ചാൽ ആ സ്ഥലം ബഹുദൈവാരാധകർ കൂടുതലുള്ള സ്ഥലം. ഇപ്പൊ ആളുകൾ സാധനം വാങ്ങിക്കണമെങ്കിൽ ഇതവിടെ വെക്കണം. ആൾക്കാർക്ക് ഇത്രയധികം ഇങ്ങനെ ഇതൊരു പ്രശ്നമാവാതായിരിക്കണം. സഹോദര, തൗഹീദ് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയലല്ല, കുറച്ച് അതിന് നോക്കൂ. തൗഹീദ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനാണ് നബിമാരെല്ലാം പ്രയാസം അനുഭവിച്ചത്? എന്തുകൊണ്ടാണ് നബിമാർ
ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങിയത്? എന്തിനാണ് നബിമാർ ജനങ്ങളിൽ നിന്ന് ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങി? എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ നോക്കൂ, ശഅബ് അബി താലിബിൽ മാസങ്ങളോളം പട്ടിണി കിടന്നത്. ഞങ്ങൾ അള്ളാഹനെ മാത്രമായിരുന്നു. അതല്ലേ മുശ്രിക്കുകൾ അവർക്ക് മുന്നിൽ വെച്ച വാഗ്ദാനം അല്ലെ? മക്കയിലെ മുശ്രിക്കുകൾ അവർ വന്നിട്ട് പറഞ്ഞു, നബിയെ അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ഒരു പദ്ധതി ഞങ്ങൾ മുന്നിൽ കൊണ്ടുവരികയാണ്. നീ ഒരു കാര്യം ചെയ്തു, നീ അള്ളാഹുവിനെ ആരാധിച്ചു, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ആരാധിക്കരുത് എന്ന് പറയാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു വർഷം നീ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കാം, മറ്റൊരു വർഷം ഞങ്ങൾ പറയുന്നത് സ്വീകരിക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് ഒരു പരസ്പര ഇതിൽ പോവാം. അപ്പോഴാണ് അള്ളാഹു ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദ്. ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു അന്നസിഗ്ധമായി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതാണ് അതിന്റെ അർത്ഥം ശരിക്കും. ഇക്കാലഘട്ടത്തിൽ ആളുകൾ മറ്റുള്ളവരുടെ ദീനിന്റെ കാര്യങ്ങളിൽ പങ്കുചേരാൻ തെളിവാക്കുന്ന ആയത്തായി അത് മാറി എന്ന് പറയുമ്പോൾ, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് വേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. എനിക്കതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ല, അതാണ് അതിന്റെ അർത്ഥം. ആ ആയത്തിൽ തഫ്സീറിൽ നിങ്ങൾക്ക് കാണാം, ബുഖാരിക്ക് ഉദ്ധരിച്ച് ധാരാളം തഫ്സീറിൽ കാണാം, ലക്കും കുഫ്റുക്കും വലിയൽ ഇസ്ലാം, നിങ്ങൾക്ക് നിങ്ങളുടെ നിഷേധമാകാം, എനിക്ക് എൻ്റെ ഇസ്ലാമുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. ഇന്ന് ആളുകൾ വിഗ്രഹാരാധനയിലും അങ്ങനത്തെ ആചാരങ്ങളിലും ആൾ ദൈവങ്ങളുടെ പരിപാടികൾ വരെ ആളുകൾ പോയിട്ട് ഈ ആയത്താണ് പറയുന്നത്, ലക്കും ദീനുക്കും വലിയ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് റുക്നുകളാണ്. രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നതാണ് തൗഹീദിന്റെ ഉദ്ദേശം. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവ നിഷേധിക്കുക എന്നതാണ്. ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ടു നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം മുതാബഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. ഇത് രണ്ടും ഒരുമിച്ച് വരാതെ ഒരു ഇബാദത്ത് അള്ളാഹ് സ്വീകരിക്കില്ല. എന്താ പറഞ്ഞതിനുള്ള തെളിവ്? സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അള്ളാഹുവിനെ നാളെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ ചെയ്യണം. ഒരു അമൽ സാലിഹാകുന്ന എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നാൽ. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ഒരാൾക്കും പങ്കു ചേർക്കരുത്. അപ്പൊ ഇഖ്ലാസ് വേണം, പങ്കു ചേർക്കാൻ പാടില്ല, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ചിലർ പറഞ്ഞു, രണ്ട് ഹദീസ് ദീൻ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന് ഹദീസ് ഉമർ ഫി നിയ്യ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹദീസാണത്, നിയ്യത്തിന്റെ വിഷയം പറയുന്ന ഹദീസ്. ഏതാ ഹദീസ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇഖ്ലാസിനെയാണ് പഠിപ്പിക്കുന്നത്. നിയ്യത്തില്ലാതെ, ഇഖ്ലാസ് ഇല്ലാതെ അമൽ സ്വീകരിക്കില്ല. രണ്ട് ഹദീസ് ആയിഷ ബിയുടെ ഹദീസാണ്. ഏതാ ഹദീസ്? മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ദീനിൽ ഒരു ഇബാദത്താകണമെങ്കിൽ ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഒരാൾ 5 നേരം നിസ്കരിക്കുന്നു, ഒക്കെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവൻ്റെ അടുത്ത് സ്വീകരിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ചെയ്യണം. അതിൽ യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല. അവിടുന്ന് എന്തു പറഞ്ഞു അങ്ങനെ തന്നെ നിൽക്കണം. അതിലൊരു അണുകിട വ്യതിചലിക്കരുത് ഒരു കാരണവശാലും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരിക്കൽ, അല്ലെ, നിങ്ങൾക്ക് ഉംറ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇഹ്റാമിൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാം കിട്ടണം. അപ്പോൾ ഇമാം മാലിക് അദ്ദേഹം എവിടുത്തുകാരനായിരുന്നു? മദീനക്കാരനായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടി ഉംറക്ക് പോകുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ തഫ്അൽഹു, നീ അത് ചെയ്യരുത്.
നിങ്ങൾക്കറിയാം മദീനക്കാരുടെ ഹറാമ് ഏറ്റവും ദൂരമുള്ള ഹറാമ് മദീനക്കാരുടെ മീഖാത്താണ്. മീഖാത്തുകൾ 5 മീഖാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൂരമുള്ളത് ഏതാ? ദുൽഹുലൈഫാണ്. മദീനയിലെ മീഖാത്താണ്. മദീനയിലെ മീഖാത്ത് മദീനയുടെ പിന്നെ വളരെ അതിൻ്റെ അതിർത്തിക്ക് വളരെ തൊട്ടടുത്താണ്. മസ്ജിദുൻ നബവിയിൽ നിന്ന് മദീനക്കാരുടെ മീഖാത്തിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഇയാൾ പറഞ്ഞു, ഇമാം മാലിക് അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്അൽഹു വഇന്നി അഖാഫു അലൈക്കൽ ഫിത്ന, നിന്നെ ഫിത്ന ബാധിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്, ചെയ്യരുത്. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടിയിട്ട് ഇറങ്ങരുത്. പിന്നെ എവിടുന്ന് കെട്ടണം? മീഖാത്തിൽ നിന്ന്, ദുൽഹുലൈഫയിൽ നിന്ന് തന്നെ കെട്ടണം. ഇല്ലെങ്കിൽ നിന്നെ ഫിത്ന ബാധിക്കുമെന്നാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹം അയാൾ പറഞ്ഞു, വായു ഫിത്ന വഇന്നമാ ഹിയ അമ്യാൽ, എന്ത് ഫിത്നയാണ് നിങ്ങൾ ഈ പേടിക്കുന്നത്? കുറച്ച് മൈലുകൾ, കുറച്ച് കിലോമീറ്ററുകൾ ദൂരത്തിൽ ഞാൻ ഇഹ്റാമിലായിരിക്കും എന്നതല്ലാതെ, ഇഹ്റാമിൽ തന്നെയല്ലേ നടക്കുന്നത് നല്ല വേഷത്തിൽ. അപ്പോൾ ഇമാം മാലിക് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിക്കൊണ്ട് നടക്കാത്ത കുറച്ചു ദൂരം നീ കൂടുതൽ നടന്നു എന്ന് സ്വന്തത്തെക്കുറിച്ച് നീ ചിന്തിക്കുക എന്നതിനേക്കാൾ വലിയ ഫിത്ന വേറെ എന്താണുള്ളത്? അള്ളാഹിന്റെ റസൂൽ നടന്നിട്ടില്ല, ഞാൻ ഇത്രയും കൂടുതൽ നടന്നില്ലേ, കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഇഹ്റാമിൽ എന്നു ചിന്തിക്കുന്ന നബിയെ നീ കവച്ചു വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കവച്ചു വെച്ചു എന്ന് നീ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫിത്ന വേറെ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തോ അവിടെ നിൽക്കാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അതെത്ര നന്നായി നിനക്ക് തോന്നിയാലും, എന്തു കാര്യത്തിലാണെങ്കിലും. ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് ഇമാം മാലിക് ഉണ്ടായിരുന്ന ശ്രദ്ധ വളരെ ചില സമയത്ത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, മുഅദ്ദിനീങ്ങൾ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ്, എല്ലാ ബാങ്കിന് മുൻപും ഒന്ന് തൊണ്ട ശരിയാക്കാൻ വേണ്ടി എന്നാക്കും, അങ്ങനെ എല്ലാ ബാങ്കുകളിലും ആക്കുന്നത് വേണ്ടതുണ്ടോ, അത് തെറ്റുണ്ടോ? പറഞ്ഞു ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചെയ്തിട്ടില്ല. അദാൻ കൊടുക്കുക എല്ലാ അദാനിന് മുൻപും എന്നാക്കിക്കൊണ്ട് അദാൻ കൊടുക്കുന്നത് എല്ലാ അദാൻ തുടക്കത്തിലും നമുക്ക് പറയുമ്പോൾ തൊണ്ടണക്കാന്നുള്ള ചില സമയത്ത് ഒരാൾ ശബ്ദത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ എല്ലാ അദാനുകളിലും ഒരു രീതി പുതുതായി ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ പഠിപ്പിക്കാത്ത ഒരു കാര്യം. അത് എത്ര ചെറുതാണെങ്കിലും അവർ അംഗീകരിച്ചിരുന്നില്ല മുൻഗാമികൾ. പക്ഷെ ഇന്ന് അള്ളാഹു അൽ മുസ്തആൻ ദീനിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹുവിനോ റസൂലിനോ അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ പരിചയമില്ലാത്ത എത്ര കാര്യങ്ങളാണുള്ളത്. ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണോ, ഒന്ന് ഇഖ്ലാസ് വേണം, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇബാദത്തിന് 3 റുക്നുകളുണ്ട്, 3 സ്തംഭങ്ങൾ. നമ്മുടെ ഇബാദത്ത് അതിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഒന്ന് കമാലുൽ ഖൗഫ്, അള്ളാഹുവിനോടുള്ള പരിപൂർണമായ ഭയം, പേടി. എന്തുകൊണ്ടാ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹിനെ പേടിച്ചിട്ടാണ്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടാണ്. എന്താ അള്ളാഹുവിനെ പേടിക്കാന്ന് പറഞ്ഞാൽ, നാളെ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിന് മുൻപിൽ നിൽക്കേണ്ടി വരും. ഞാൻ ചെയ്തതിന് ഉത്തരം പറയേണ്ടി വരും. എൻ്റെ സൽക്കർമ്മങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെടും. അപ്പം എൻ്റെ തിന്മകളുടെ കാര്യം എന്തായിരിക്കും? സൽക്കർമ്മങ്ങളുടെ കുറവുകൾ വരെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥലം. സൂറത്തുൽ ഇൻഫിത്താറിൽ നിങ്ങൾ, സൂറത്തുൽ ഇൻഷിഖാഖിൽ നിങ്ങൾ വായിച്ചില്ലേ? എന്താ സൂറത്തുൽ ഇൻഷിഖാഖിൽ? അള്ളാഹു പറയാൻ, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദൽ മൗഊദതു സുഇലത്, കുഴിച്ചിടപ്പെട്ട സ്ത്രീ, പെൺകുട്ടി, അവളോട് ചോദിക്കപ്പെടും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തു പാപത്തിനാണ് നീ കൊല്ലപ്പെട്ടത്, നിന്നെ കൊന്നുകളഞ്ഞത് എന്ന് അവളോട് ചോദിക്കപ്പെടും. പണ്ഡിതന്മാർ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞേക്കാണ്, കുഴിച്ചിടപ്പെട്ട സ്ത്രീയോട് ചോദ്യമുണ്ടെങ്കിൽ കുഴിച്ചിട്ടവന്റെ കാര്യം ധരിക്കും. ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിനെയാണ് കുഴിച്ചിട്ടത്. അള്ളാഹു പറയാണ്, വഇദൽ മൗഊദതു സുഇലത്, കുഴിച്ചിടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും, ബിഅയ്യി ദംബിൻ ഖുതിലത്, നീ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്, എന്തു പാപത്തിലാണ് നീ കൊല്ലപ്പെട്ടത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന്, നിങ്ങൾക്കറിയില്ല ആ ഹദീസ്, നിങ്ങൾ പലരും കേട്ടതായിരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, വിശപ്പ് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ കണ്ടുമുട്ടി. അവിടുന്ന് ചോദിച്ചു, എന്താണ് അബൂബക്കർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ വിശപ്പാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങി? അതേ കാരണത്തിലാണ് ഞാനും പുറത്തിറങ്ങിയിട്ടില്ല. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് അതാ പുറത്തിരിക്കും, അദ്ദേഹം അതേ കാരണം തന്നെ പറഞ്ഞു. അവരങ്ങനെ അൻസാരിയുടെ വീട്ടിലേക്ക് പോയി. ആ അൻസാരി വീട്ടിലില്ലായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു. കുറച്ച് ഇരുന്നപ്പോഴത്തേക്ക് അൻസാരി വീട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിന് സന്തോഷമായി. ഏറ്റവും നല്ല അതിഥേയൻ അന്ന് അദ്ദേഹമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ 2 സഹാബിമാരാണ് വീട്ടിലുള്ളത്. അദ്ദേഹം പോയി ഒരാടിനെ അറക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാല് ചുരത്തിനെ അറക്കാൻ പാടില്ല. അറുത്ത് ഒരാടിനെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നിഅമത്തുകളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ ദിവസത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത് ആ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഹദീസുകൾ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയാൽ അള്ളാഹുവിനോട് പറയുന്നതാണ്, അലം ഉസ്ഖികൽ മാ അൽ ബാരിദ്, തണുത്ത വെള്ളം നിനക്ക് ഞാൻ തന്നിട്ടില്ല കുടിക്കാൻ. അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിഅമത്തുകൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് പേടിയുണ്ടായിരിക്കണം. അള്ളാഹുവിനോട് അത് റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കാൻ പോകുന്നത്. ആ ദിവസത്തിൻ്റെ കാര്യം എന്താണ്? തൻ്റെ കണക്കുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പേടി എന്താണ്? ദുനിയാവിലുള്ള ഏതോ 2 ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് അയാൾ പേടിക്കുന്ന എന്താണ്? ആകാശഭൂമികളുടെ റബ്ബായ രഹസ്യങ്ങൾ അറിയുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അറിയുന്ന, യൗമ തുബ്ല സറായർ, രഹസ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു. അതിന് പേടിക്കാൻ. 1 ഖൗഫാണ്. 2 അർറജാ, നീ ചെല്ലുന്നത് അക്രമുൽ അക്രമീനായ റബ്ബിൻ്റെ അടുത്തേക്കാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. അർഹമുർ റഹിമീൻ, കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. നിനക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കണം. അള്ളാഹ് പ്രതീക്ഷിക്കണം. എന്തേ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹ് സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ ഇല്ലെങ്കിലോ ഇബാദത്ത് ചെയ്യുവാനെങ്കിലും ഇല്ല. തിന്മകൾ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നാളെ സ്വർഗമുണ്ട്, അവിടേക്ക് എത്തണം. അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അവസരമുണ്ട്, കാണാൻ സാധിക്കണം. പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ പുറമെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 2 ചിറകുകളാണെങ്കിൽ ശരീരമെന്ന് പറയാവുന്ന ഒന്നുണ്ട്. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ടാവും. ഇത് 2 മുന്നിലേക്ക് പറക്കാൻ സഹായിക്കുന്ന ചിറകുകളാണെങ്കിൽ ശരീരമാകുന്ന ഒന്നുണ്ട്. അതാണ് അൽ മഹബ്ബ, അല്ലെങ്കിൽ കമാലുൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള സ്നേഹമെന്നത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമെന്നത്. റബ്ബു വദൂദാൻ, സ്നേഹിക്കുന്നവനാണ്. അവൻ്റെ അടിമകളാൽ സ്നേഹിക്കപ്പെടുന്നവനാണ്. അവൻ നിഅമത്തുകൾ, എല്ലാ നിഅമത്തും നിനക്ക് അവനിലൂടെയാണ് കിട്ടിയത്. അവൻ തരാത്ത ഒരു അനുഗ്രഹം നിനക്കില്ല. അവനോട് നിനക്ക് ഇഷ്ടമുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം. അള്ളാഹു എല്ലാ നന്മകളും ഉള്ളവനാണ്, ജമീലാണ്, അങ്ങേയറ്റം ഭംഗിയുള്ളവനാണ്. റഹ്മാനും റഹീമുമാണ്, അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ഖവിയ്യും മതീനാണ്, ഏറ്റവും ശക്തിയുള്ളവനാണ്. ഖദീറാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. സലാമാണ്, സർവ്വ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. ഹയ്യും ഖയ്യൂമുമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, സർവ്വതിനെ നിയന്ത്രിക്കുന്നവനാണ്. അലിയുൻ അദീമാണ്, സർവോന്നതനും അങ്ങേയറ്റം മഹത്വമുള്ളവനുമാണ്. അഹദാണ്, സമദാണ്, ഏകനാണ്, സമദാണ്, എല്ലാവരുടെയും ആശ്രയമായവനാണ്. ആ റബ്ബിനെ സ്നേഹിക്കാൻ നിനക്ക് എന്താ തടസ്സമുള്ളത്? എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? ഈ 3 കാര്യങ്ങൾ ഇബാദത്തിന്റെ അർക്കാനുകളാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് 3മുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് മഹബ്ബത്താണ്. അർറഹ്മാൻ റഹീം എന്നത് റജാഅൻ, പ്രതീക്ഷയാണ്. മാലിക് യൗമിദ്ദീൻ എന്നത് ഖൗഫാണ്. ഈ 3ഉം പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്ത് പറയുന്നത്? ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്. ഈ 3 തൂണുകൾക്ക് മുകളിലാണ് ഇബാദത്തുകൾ പടുത്തുയർത്തപ്പെടുന്നത്. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന വിഷയം. അത്ര വിശാലമാണ്. ആ വിഷയത്തിൽ മാത്രമാണ് കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ടത്. ഒറ്റ വിഷയത്തിൽ മാത്രമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ധാരാളമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, മരണം വരെ തൗഹീദ് പഠിക്കുന്നതിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകരുത്. തൗഹീദ് കേൾക്കുന്നതിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകരുത്. പറയുന്നതിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകരുത്. തൗഹീദിനോളം സുന്ദരമായ ഒന്നില്ല. തൗഹീദിനോളം ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊന്നില്ല. തൗഹീദിനോളം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നില്ല. നിങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ മുവഹിദായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ നിങ്ങളെക്കുറിച്ച് ഷഹാദത്ത് പറയട്ടെ. അയാൾ തൗഹീദിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനായിരുന്നു. എൻ്റെ മക്കൾ നിന്നെക്കുറിച്ച് പറയട്ടെ. ഷിർക്കിൻ്റെ ഒരു കാഴ്ച നിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നീ അതിനെക്കുറിച്ച് നിൻ്റെ കുട്ടികളോട് താക്കീത് ചെയ്യാതെ പോകരുത്. എൻ്റെ ഉപ്പ തൗഹീദിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നവനായിരുന്നു എന്ന് നിൻ്റെ മക്കൾക്ക് ബോധ്യപ്പെടട്ടെ. തൗഹീദിൻ്റെ കാര്യത്തിൽ നീ അറിയപ്പെടട്ടെ. എനിക്ക് അറിയപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല വിഷയം അതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ അത് പറയുമായിരുന്നു, അയാൾ ഇത് പറയുമായിരുന്നു, അയാൾ ഇങ്ങനത്തെ ഒരാളായിരുന്നു, അയാൾ അങ്ങനെ നിനക്കറിയപ്പെടാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല വിശേഷണം തൗഹീദാണ്. എന്തുകൊണ്ട്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ ആരുണ്ട്?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്നെന്റെ ദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായിരുന്നു. ഒരു സഹോദര, ചില മരണപ്പെട്ടു കുഞ്ഞീദ് മൗലവി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ കുറിച്ച് പല ആളുകളും പറയുമായിരുന്നു, അദ്ദേഹത്തിന് എന്ത് വിഷയം കൊടുത്താലും അദ്ദേഹം തൗഹീദ് ഒരു കാമണിക്കൂർ അരമണിക്കൂർ പറയാതെ മറ്റൊന്നും സംസാരിക്കില്ലായിരുന്നു എന്നാണ്. എന്ത് വിഷയം കൊടുത്താലും, ജക്കാത്ത് കൊടുത്താലും, നിസ്കാരം കൊടുത്താലും, ഹജ്ജ് കൊടുത്താലും അദ്ദേഹം തുടക്കത്തിൽ തൗഹീദ് പറയും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. മിക്ക സംസാരവും ഷെയ്ഖ് ഇബ്നു ബാസ് തുടങ്ങുക തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അതിൽ എവിടെയെങ്കിലും അതുണ്ടാവും. തൗഹീദ് പറയാതെ ഇബ്നു ബാസിന്റെ റിസാലകൾ അവസാനിക്കാറില്ല. ഹജ്ജിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കിതാബുണ്ട്, തഹ്ഖീഖുൽ ഇളാഹി എന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹത്തിന്റെ അവസാന ഭാഗത്തിലും തുടക്കത്തിലും ഒക്കെ എത്ര സ്ഥലങ്ങളിലാണ് തൗഹീദ് വിവരിച്ചിരിക്കുന്നത്. പല വിഷയം തൗഹീദ് ഹജ്ജാണ്, ഹജ്ജ് എങ്ങനെ ചെയ്യണം എന്നതാണ്. പക്ഷെ അതിൽ എത്ര തവണയാണ് അദ്ദേഹം തൗഹീദ് പറയുന്നത് എന്നറിയുന്നത്. സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സലഫികളെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് തൗഹീദാണ്. അതിലൊരിക്കലും നിങ്ങൾ തെറ്റിക്കരുത് ആളുകൾ. മറ്റു വിഷയങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാകരുത്. നിങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ സബ്ജക്റ്റ് തൗഹീദാണ്. അതിന് ആളുകളില്ലാത്ത കാലഘട്ടമാണ്. ശിർക്ക് നോക്കൂ, നിങ്ങൾ ചില സമയത്ത് ശിർക്കിന്റെ ആളുകൾക്കുള്ള വ്യാപനം എടുത്തു നോക്കിയാൽ ഒരു പേരും അറിയാത്ത, നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത ആളെ സംസാരം എടുത്തു നോക്കിയാലും ലക്ഷക്കണക്കിന് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അതിനുവരെ ആൾക്കാർ ഒരു സമയത്ത് അയാൾ ഒരു പ്രാർത്ഥനാ സദസ്സ് നടത്താൻ തുടങ്ങിയാൽ അത് ഒരു ലൈവിൽ തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 10,000 ആളുകൾ. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ആൾ, കേൾക്കുന്ന ആൾക്കാരുടെ അവസ്ഥയോ അവർക്ക് അതിനേക്കാളാണ്. ഇങ്ങനെയാണ് പ്രചാരണം. അത്തരം ഒരു സമയത്ത് നമ്മൾ തൗഹീദിന്റെ ആളുകൾ പിറകിലേക്ക് പോകരുത്. നമുക്ക് അതിനേക്കാൾ പരിശ്രമം ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് അത് പറയുന്നതിലും അത് പഠിക്കുന്നതിലും ജീവിതത്തിൽ പകർത്തുന്നതിലും അള്ളാഹു നമ്മെ എല്ലാ സന്ദർഭത്തിലും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹു അതിന് ഏറ്റവും പ്രാധാന്യം നൽകുമാറാകട്ടെ. اللهم توفنا مسلمين والحقنا بالصالحين. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك صلى الله عليه وسلم، ونعوذ بك من شر ما عاذ به عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول أو عمل. اللهم إنا نسألك التقى والعفاف والغنى. اللهم إنا نسألك التقى والعفاف والغنى. اللهم إنا نسألك التقى والعفاف والغنى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.